ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പുതിയൊരു ഡ്രാമ കണ്ടാലോ? ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിനായ ജിയാങ് ആവട്ടെ ഒരു ദൈവത്തിന്റെ സ്റ്റാച്ചുവിന്റെ അടുത്ത് ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അവളുടെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പണത്തിനായിട്ട് അവൾ ആ സ്റ്റാച്ചുവിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് സഹായിച്ച് ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ കുറച്ച് പണം സമ്പാദിക്കാനായി തന്നെ സഹായിക്കണമേ എന്ന് അവൾ ആ സ്റ്റാച്ചുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ അടുത്തേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ വേറെ ആരും ആയിരുന്നില്ല, ഹീറോയിൻ്റെ തന്നെ ട്വിൻ സിസ്റ്റർ ആയിരുന്നു. അവളെപ്പോലെ തന്നെയായിരുന്നു കാണാൻ ഏകദേശവും. ഈ പെൺകുട്ടിയുടെ പേര് സാവോ എന്നാണ്. അവളാവട്ടെ ഹീറോയിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ മുഴുവൻ ട്രീറ്റ്മെന്റിന്റെ ചെലവുകളും അവള് വഹിച്ചോളാം, പക്ഷേ ഒരു കണ്ടീഷൻ നമ്മുടെ ഹീറോയിൻ സമ്മതിച്ചു കൊടുക്കണമെന്ന്. ഈ സാവോയുടെ വിവാഹം കഴിഞ്ഞതായിരുന്നു. പണം നോക്കിയായിരുന്നു അവളൊരു യുവാവിനെ വിവാഹം കഴിച്ചത്. അവനാവട്ടെ വളരെ ക്രൂവലായിട്ടുള്ള ഒരാളായിരുന്നു. സാവോ ആവട്ടെ ഇതിനോടകം തന്നെ മറ്റൊരാളുമായി ഇഷ്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഭർത്താവിനെ അവൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ജിയാങ് പറഞ്ഞ കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ 3 മാസത്തിനകം തന്നെ അവൾക്ക് ഡിവോഴ്സ് ലഭിക്കുമെന്നും അതുവരെ സാവോയുടെ സ്ഥാനത്ത് അവളുടെ ഭർത്താവിനൊപ്പം കഴിയണമെന്നായിരുന്നു. വേറൊന്നും കൊണ്ടായിരുന്നില്ല, സാവോന് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകണം. അതിനു വേണ്ടിയിട്ട് സാവോ ആവട്ടെ ജിയാങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്, വെറും 3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡിവോഴ്സ് ആവും, നിനക്ക് അതിന് മതിയായിട്ടുള്ള പണം തരാമെന്ന് പറഞ്ഞ് ഒരു ബാങ്ക് കാർഡും അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അമ്മയുടെ ജീവൻ നിലനിർത്താനായി ആ പെൺകുട്ടിക്ക് അത് വാങ്ങിക്കാതെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിസ്സഹായതയോടെ അവൾ പറഞ്ഞതിനൊക്കെ ജിയാങ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിലാവട്ടെ നമ്മുടെ ഹീറോയിൻ അവളുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്കായി ഒരു ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു. ഫ്രണ്ടിനെ കാണാത്തത് കൊണ്ട് തന്നെ അവൾ ഫോണിൽ വിളിച്ചിട്ട് അവൾ നിൽക്കുന്ന ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഒരു യുവാവട്ടെ ഒരു റൂമിന്റെ വാതിൽ തുറന്ന് ഹീറോയിനെ ബലമായി പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ഹീറോ ആയിരുന്ന ലൂ ആയിരുന്നു. ലൂ ആവട്ടെ ഹീറോയിനെ ഫോഴ്സ് ചെയ്ത് അന്നത്തെ ദിവസം അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ജിയാങ്ങിന് അവനെ എതിർക്കാൻ പോലും സാധിച്ചിരുന്നില്ല, കാരണം അവൻ വളരെ സ്ട്രോങ് ആയിരുന്നു. ജിയാങ് ആവട്ടെ ലൂവിന്റെ മുഖം ശരിക്കും ഒന്ന് കണ്ടിരുന്ന പോലുമില്ല. ജിയാങ് ആവട്ടെ രാവിലെ തന്നെ എഴുന്നേറ്റ് അവന് കുറച്ച് പൈസയും അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതിനുശേഷം ജിയാങ് ആവട്ടെ നടന്ന കാര്യങ്ങളെല്ലാം ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. ഈ CCTV ഫൂട്ടേജ് ഒന്നും ആർക്കും ലഭിക്കാൻ പാടില്ല എന്നും അതൊക്കെ എങ്ങനെയും ഡിലീറ്റ് ചെയ്യണമെന്നും ഫ്രണ്ടിന്റെ കൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് അവിടെ നമ്മുടെ ഹീറോ എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞ് ബെഡിലേക്ക് നോക്കുന്ന ഹീറോ ആവട്ടെ അന്തം വിടുന്നുണ്ട്. ഇന്നലെ തന്നോടൊപ്പം കഴിഞ്ഞ പെൺകുട്ടിയുടെ ഫസ്റ്റ് ടൈം ആണിതെന്നും അവളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് മാനേജറെ വിളിച്ചിട്ട് ഇന്നലെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ബെഡിൽ നിന്ന് ഹീറോയുടെ കയ്യിൽ അവളുടെ ഒരു കമ്മല് കിട്ടുന്നുണ്ട്. ലൂ അതെടുത്ത് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിയിട്ട് ഇത് വെച്ച് അവളെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ ആവട്ടെ തന്റെ കമ്പനിയിലേക്ക് പോകാനൊരുങ്ങുന്നുണ്ട്. അയാൾ ആ കമ്പനിയുടെ CEO ആണെങ്കിലും അവിടെ വെറും ഒരു ജോലിക്കാരനായിട്ടാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. കമ്പനിയിലുള്ള അയാളുടെ ജോലിക്കാരും ഇതുവരെ അയാളെ നേരിൽ കണ്ടിരുന്നില്ല. കമ്പനിയിൽ നിന്ന് ആരോ അയാൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ലൂ ആവട്ടെ കമ്പനിയിലേക്ക് വെറും ഒരു ഇന്റേണായി പോകാൻ തീരുമാനിക്കുന്നു. ഇതിലെ രസം വേറൊന്നുമല്ല, നമ്മുടെ ഹീറോയുടെ കമ്പനിയിൽ തന്നെയാണ് നമ്മുടെ ഹീറോയിനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹീറോ ആവട്ടെ കമ്പനിയിൽ എത്തുന്നുണ്ട്. ഈ സമയത്ത് മാനേജർ അയാളെ എല്ലാവർക്കും പുതിയ ഇന്റേൺ ആണെന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സമയത്താവട്ടെ മാനേജർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ അവിടെ സൈഡിൽ ഇരുന്ന് ഉറങ്ങുന്നതായിട്ട്. കഴിഞ്ഞ രാത്രിയിൽ അവൾക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഇരുന്ന് ഉറങ്ങിയായിരുന്നു. മാനേജർ ആവട്ടെ ജിയാങ് നീ അവിടെ എന്ത് ചെയ്യാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പരിഭ്രാന്തിയോടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് മാനേജർ പറയുന്നുണ്ട്, ഇത് പുതിയ ഇന്റേൺ ആണ്, ലൂ എന്നാണ് പേര്, നിന്റെ കൂടെ ചേർന്നായിരിക്കും ഇന്നു മുതൽ വർക്ക് ചെയ്യാൻ പോന്നേന്നൊക്കെ പറയുന്നു. അവളാവട്ടെ സന്തോഷത്തോടെ തന്നെ ഓക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോ ആവട്ടെ അവളുടെ ഒരു കാതിൽ കമ്മലില്ലല്ലോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ലൂവിന്റെ പക്കലുള്ള അതേ കമ്മൽ തന്നെയാണല്ലോ അവളുടെ മറുവശത്തെ കാതിൽ കിടക്കുന്നതെന്ന് കണ്ടപ്പോൾ അയാൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. ഉടനടി തന്നെ അയാളുടെ പക്കലുള്ള കമ്മൽ എടുത്തിട്ട് ഹീറോയിനെ കാണിച്ചിട്ട് ഇത് നിന്റെ കമ്മലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജിയാങ് പറയുന്നുണ്ട്, ഇത് എന്റെ കമ്മല, ചിലപ്പോ വരുന്ന വഴിക്ക് എങ്ങാനും വീണ് പോയതായിരിക്കുമെന്ന് പറയുന്നു. എന്നിരുന്നാലും അവൾ തന്നെയാണോ കഴിഞ്ഞ രാത്രിയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി എന്നുള്ള സംശയം ഹീറോയ്ക്ക് ഇതിനോടകം തന്നെ ബലപ്പെട്ടിരുന്നു. ഹീറോയിന്റെ ഫേസ് കാണുമ്പോൾ അവനാവട്ടെ നല്ല ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും എവിടെ വെച്ചാന്നുള്ള കാര്യം ശരിക്കും അവനും ബോധ്യമില്ലായിരുന്നു. അവനാവട്ടെ അവളുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ജിയാങ് അവന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ നന്നായി തന്നെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിന്നെ എവിടുന്ന് റിജക്റ്റ് ചെയ്യുമെന്നൊക്കെ. അപ്പോഴാണ് ഹീറോയിന്റെ മുത്തശ്ശി അവളെ വിളിച്ചിട്ട് അവളെ ഒന്ന് കാണണമെന്ന് പറയുന്നത്. ഹീറോയിനായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അവൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ രാത്രിയായിട്ടും ഓഫീസിലിരുന്ന വർക്ക് തീർക്കുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒക്കെ തന്റെ കമ്പനിയിൽ ഉണ്ടോ എന്ന് അയാൾ അതിശയത്തോടെ ആലോചിക്കുന്നുണ്ട്.
ലൂ ആവട്ടെ ഇതിനോടൊപ്പം തന്നെ ഹീറോയിന്റെ ഇഷ്ടങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തായിരുന്നു. അവളുടെ ഇഷ്ടങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല അവളുടെ ബയോഡേറ്റയും അയാൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഹീറോയിന് മിൽക്ക് ഷേക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ ലൂ ആവട്ടെ അത് വാങ്ങിക്കൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. ഹീറോയിൻ ആവട്ടെ ഇത് കണ്ടിട്ട് വല്ലാതെ ഹാപ്പി ആവുന്നുണ്ടോ. ഒന്നാതെ അവള് വർക്ക് ചെയ്ത് നല്ലപോലെ ക്ഷീണിച്ചിരുന്നതാ. ഇഷ്ടപ്പെട്ട മിൽക്ക് ഷേക്ക് കിട്ടിയപ്പോൾ അവള് പിന്നെ സന്തോഷവതിയാവാതെ ഇരിക്കുവോ. ജിയാങ് ആവട്ടെ ലൂവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് മിൽക്ക് ഷേക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ ലൂ പറയുന്നുണ്ട്, അത് പിന്നെ എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമാണല്ലോ, അങ്ങനെ വാങ്ങിച്ചാണെന്ന് പറയുന്നു. അതിനുശേഷം ഹീറോ ആവട്ടെ ഹീറോയിനെ തുരിതരേന്ന് ഓരോന്ന് ചോദിച്ച് ശല്യം ചെയ്യാൻ ഒരുങ്ങുന്നു. നീ എന്തോ ചെയ്യുന്നേന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്. ഹീറോയിനാവട്ടെ ചെറു കുസൃതിയോടെ തന്നെ കൈ കിട്ടുന്നതൊക്കെ എടുത്ത് അവന്റെ ദേഹത്തേക്ക് എറിയുന്നുണ്ട്. അങ്ങനെ അവര് തർക്കിച്ചുകൊണ്ടിരുന്ന സമയത്താവട്ടെ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഹീറോ തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. അത് വാങ്ങിക്കാനായിട്ട് ഹീറോയിനാവട്ടെ അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവന്റെ ദേഹത്തേക്ക് അബദ്ധത്തിൽ സ്ലിപ്പായി വീഴുകയും അവനെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. പരിഭ്രാന്തിയായ ഹീറോയിനാവട്ടെ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ എഴുന്നേൽക്കുന്ന സമയം കൊണ്ട് തന്നെ അവന്റെ പക്കൽ നിന്ന് ആ മാരേജ് സർട്ടിഫിക്കറ്റ് പിടിച്ചു വാങ്ങിയിരുന്നു. അവൾ അവന്റെ കൂടെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഇതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യം നിനക്ക് എന്താണെന്ന്. ഹീറോയ്ക്ക് ആവട്ടെ അവളുടെ ഈ പ്രവൃത്തിയിൽ വല്ലാതെ ഡൗട്ട് തോന്നുന്നുണ്ട്. ഉടനടി തന്നെ മാനേജറെ വിളിച്ചിട്ട് യാങ്ങിന്റെ മാരേജ് കഴിഞ്ഞതാണോ അല്ലേ എന്നൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നും, ചിലപ്പോൾ അവള് മാരേജ് സർട്ടിഫിക്കറ്റ് വെറുതെ കയ്യിൽ കൊണ്ട് നടക്കുന്നതാണെങ്കിലോ, ആരും അവളെ പ്രപ്പോസ് ചെയ്യരുതെന്ന് കരുതി എന്തായാലും അതിന് പിന്നിലുള്ള സത്യം കണ്ടുപിടിക്കണമെന്ന് തന്നെ ഹീറോ മാനേജറോട് ആവശ്യപ്പെടുന്നു. പിറ്റേ ദിവസം തന്നെ ഹീറോയും ഹീറോയിനും കൂടി ഒരു ക്ലയന്റിനെ കാണാനായി പോകുന്നുണ്ട്. ക്ലയന്റിനെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്താവട്ടെ ഹീറോയ്ക്ക് അത്യാവശ്യമായി ഒരു കോള് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ആ ക്ലയന്റ് ആവട്ടെ ഈ അവസരം മുതലെടുത്ത് ഹീറോയിനോട് അനാവശ്യമായി പെരുമാറാനൊരുങ്ങുന്നു. പക്ഷെ ഇത് കണ്ടുവന്ന ഹീറോ ആവട്ടെ അവന്റെ മർമ്മസ്ഥാനം നോക്കി തന്നെ ഒരു ഇടി കൊടുക്കുന്നു. ആ കിക്കില് തന്നെ അവൻ താഴേക്ക് വീഴുന്നുണ്ട്. ഹീറോ അവളുടെ അടുത്ത് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അയാൾ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഇവൾ എന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചെന്നും നിങ്ങളുടെ കമ്പനിയിലെ കോൺട്രാക്റ്റിൽ ഒരിക്കലും ഒപ്പുവെക്കില്ല എന്നും പറയുന്നു. ഹീറോയിനാവട്ടെ അയാളെ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഫോണിലെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ അവളോട് മോശമായി പെരുമാറുന്ന രംഗങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. ഹീറോയിൻ അവന്റെ കൂടെ പറയുന്നുണ്ട്, കോൺട്രാക്റ്റ് അവൻ സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ഈ രംഗങ്ങളൊക്കെ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനെ വിരട്ടിയിട്ട് അവരിരുവരും പുറത്തേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിക്കാവട്ടെ ഹീറോയിനാവട്ടെ ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ ക്ലയന്റ് കമ്പനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലയന്റ് ആയിരുന്നു. അയാൾ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും തനിക്ക് ഈ ജോലി നഷ്ടപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെ പുതിയൊരു കമ്പനിയിലേക്ക് എന്തായാലും ജോലി നോക്കണമെന്ന്. ഈ സമയത്ത് ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പെൺകുട്ടികൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അവരുടെ ജോലി നിലനിർത്തി കൊണ്ടുപോകാനെന്ന്. അതിനുശേഷം അവളോട് പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, ബോസ് എന്തായാലും നിന്നെ പിരിച്ചുവിടാനൊന്നും പോകുന്നില്ല എന്ന്. ഈ ടൈമിൽ തന്നെ ഹീറോയിനൊരു കോള് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. അവളുടെ അമ്മയുടെ സർജറി കഴിഞ്ഞ് റിക്കവർ ആയിരിക്കുന്നു എന്നുള്ള വിവരമാണ് അവരവളെ അറിയിച്ചിരുന്നത്. സന്തോഷം കാരണം അവളവിടെ ഹീറോയെ ഹഗ് ചെയ്യുന്നുണ്ട്. ഹീറോയ്ക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. അവൾ ഉടനടി തന്നെ അയാളുടെ ദേഹത്ത് നിന്ന് അകന്നു മാറി അവനോട് സോറിയും പറയുന്നുണ്ട്. അവളോടൊപ്പം അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാനായി ഹീറോയും പോകുന്നുണ്ട്. ഈ സമയത്ത് അവൾക്ക് വിലപിടിപ്പുള്ള ഫ്രൂട്ട്സിന്റെ ഒരു ബാസ്ക്കറ്റ് ഒക്കെ അവൻ കൊടുക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഡൗട്ട് തോന്നുന്നുണ്ട്, ഇവൻ വലിയ പണക്കാരെ വീട്ടിലെ പയ്യനാണോ എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. ലൂവിന്റെ കൂടെ അവളുടെ അമ്മയാവട്ടെ അവരോടൊപ്പം വീട്ടിലേക്ക് വരാനും ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോ ആവട്ടെ തനിക്ക് കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് വീട്ടിലെത്തിയ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, ആ യുവാവ് ആരാണെന്ന്. അവള് പറയുന്നുണ്ട്, തന്റെ കമ്പനിയിലെ പുതിയ ഇന്ത്യൻ ആണെന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട് തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ഇപ്പോൾ തന്നോടൊപ്പം തന്റെ ക്യാബിനിൽ ഇരുന്ന് തന്നെയാണ് അവനും വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇത് കേട്ട അമ്മ പറയുന്നുണ്ട്, അവൻ തന്ന ബാസ്ക്കറ്റ് കണ്ടില്ലേ, അത് വളരെ കോസ്റ്റ്ലിയാണ്. കണ്ടിട്ട് അവൻ വലിയ പണക്കാരെ വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നു. അവനുമായി കൂടുതൽ അടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പണക്കാരെ വീട്ടിലെ പയ്യന്മാരെല്ലാം ഇതുപോലെ പെൺകുട്ടികളെ യൂസ് ചെയ്തിട്ട് കളയുമെന്നൊക്കെ അവളുടെ അമ്മ പറയുന്നുണ്ട്. അമ്മേ, അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ താൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ ജോലിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ആവട്ടെ ഹീറോയിന്റെ അമ്മ നിർബന്ധപൂർവ്വം തന്നെ ഹീറോ കൊടുത്തിരുന്ന ആ ഫ്രൂട്ടിന്റെ ബാസ്ക്കറ്റ് തിരികെ നൽകുന്നുണ്ട്. അത് അവന് തന്നെ ഏൽപ്പിക്കാനും പറയുന്നു. ഈ സമയത്ത് ഹീറോയുടെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിരുന്ന് ഫ്ലർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്ന് ആ പെൺകുട്ടിയെ ഓടിച്ചു വിടുന്നുണ്ട്. അമ്മ കൊടുത്തുവിട്ട ബാസ്ക്കറ്റ് അവൾ അവിടെ എവിടെയോ വെച്ച് മറന്നു. അത് പിന്നെ കൊടുക്കാമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് മാനേജർ അവിടെ വന്നിട്ട് അവളെ വഴക്ക് പറയുന്നുണ്ട്. ഇന്നലെ ആ ക്ലയന്റിനെ പിണക്കി വിട്ടത് കൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ജോലി നഷ്ടപ്പെടുമെന്നൊക്കെ ആ മാനേജർ പറയുന്നുണ്ട്. ഹീറോയിൻ ഈ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ബോസ് തന്നെ ഇവിടുന്ന് പുറത്താക്കുമെന്നുള്ള കാര്യം അവൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന്. ഹീറോ ആവട്ടെ അയാളുടെ സെക്രട്ടറിയെ കൊണ്ട് ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. അങ്ങനെ സെക്രട്ടറി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ പോലെ തന്നെ എല്ലാവരും ബ്രേവ് ആയിരിക്കണമെന്ന്. ഇന്ന് മുതൽ
ഏതൊരവസ്ഥ വന്നാലും പെൺകുട്ടികൾ ഇങ്ങനെ തന്നെ പെരുമാറണമെന്ന് പറഞ്ഞിട്ട് CEO ജിയാങ്ങിന് പ്രമോഷൻ കൊടുത്തിരിക്കുകയാണെന്ന് പറയുന്നു. ഹീറോയിനാവട്ടെ ഇത് കേട്ടിട്ട് ഷോക്കും ആവുന്നുണ്ട്, അതുപോലെ തന്നെ വല്ലാതെ സന്തോഷം ആവുന്നുണ്ട്. അവരൊക്കെ പോയതിനു ശേഷം ഹീറോയുടെ അടുത്ത് അവള് പറയുന്നുണ്ട്, ആ ക്ലയന്റ് എത്ര മോശക്കാരനാണെങ്കിലും എന്താ, എന്റെ ബോസ് വളരെ നല്ലവനാണെന്നും നല്ല ചിന്താഗതിയുള്ളവനാണെന്നും മാന്യനാണെന്നും ഒക്കെ അവള് പറയുന്നു. ഈ ലോകത്തിലെ കെട്ട ആൾക്കാർ മാത്രമല്ല തന്റെ ബോസിനെ പോലെ നല്ലവന്മാരായിട്ടുള്ളവരുമുണ്ടെന്ന് പറയുന്നു. ഹീറോ ആവട്ടെ അവൾ പറയുന്നതൊക്കെ കേട്ട് ചിരി അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഹീറോയുടെ അടുത്ത് അവരുടെ മുത്തശ്ശി ആവട്ടെ വീട്ടിലേക്ക് വരാൻ വിളിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോയിനും അവർ മുത്തശ്ശി തന്നെയാണ്. അതെങ്ങനെയാണെന്നല്ലേ, നമ്മുടെ ഹീറോയിന്റെ സഹോദരി സാവോ ഇല്ലേ, അവള് വിവാഹം കഴിച്ചിരിക്കുന്നത് നമ്മുടെ ഹീറോയെയാണ്. 3 മാസം സാവോയ്ക്ക് പകരം ഹീറോയിൻ അഭിനയിക്കാൻ പറഞ്ഞിരിക്കുകയല്ലേ അയാളുടെ ഭാര്യയായിട്ട്. മുത്തശ്ശിക്കാവട്ടെ സാവോയുടെ വലിയ കാര്യമായിരുന്നു. അവളാണെന്ന് കരുതിയാണ് ഇപ്പോൾ ജിയാങ്ങിനെ അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത്. ഹീറോയിനാവട്ടെ ഫ്രൂട്ട് ബാസ്ക്കറ്റും കൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. കൊടുത്തില്ലായിരുന്നു അവളുടെ അമ്മയ്ക്ക് ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ്. ആ ബാസ്ക്കറ്റാണ് അവൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവളുടെ അമ്മ അത് തിരിച്ച് അവനെ ഏൽപ്പിക്കാൻ പറഞ്ഞതല്ലേ. മുത്തശ്ശിയെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് അവൾ ആ വിലപിടിപ്പുള്ള ഫ്രൂട്ട് ബാസ്ക്കറ്റുമായി അവരെ കാണാൻ പോകുന്നു. മുത്തശ്ശി അവളുടെ കൂടെ പറയുന്നുണ്ട്, നീ വീട് വിട്ട് പോയെങ്കിലും നിന്റെ ഹസ്ബൻഡിന്റെ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കേട്ടല്ലോ, അതിൽ വല്ലാത്ത സന്തോഷമുണ്ടെന്ന് പറയുന്നു. ശരിക്കും ഇപ്പോൾ മാത്രമാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവളുടെ കമ്പനിയുടെ CEO ആണ് ശരിക്കും സാവോയുടെ ഹസ്ബൻഡ് എന്നുള്ളത്. ഒരിക്കൽ പോലും സാവോയുടെ ഭർത്താവിനെ ഹീറോയിൻ നേരിൽ കണ്ടിട്ടില്ല. അവളാവട്ടെ 3 മാസം ഇതുപോലെ അവൾക്ക് പകരമായി അഭിനയിക്കണമെന്ന് പറഞ്ഞ് ഹീറോയിനെ പറ്റിച്ചിട്ട് അവിടെ നിന്ന് പോയിരിക്കുകയല്ലേ. ഹീറോയെ അവൾക്ക് അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വെറും ഒരു ഇന്റേൺ ആയിട്ട് മാത്രമേ അറിയത്തുള്ളൂ. അയാൾ കമ്പനിയുടെ CEO ആണെന്നുള്ള വിവരം അവൾക്കും അറിയില്ലല്ലോ. അതുപോലെ തന്നെ പണത്തിന് വേണ്ടിയിട്ടാണ് സാവോ ഹീറോയെ വിവാഹം കഴിച്ചതും അവർ തമ്മിൽ ഒരിക്കൽ പോലും നേരിൽ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാവോ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും ഹീറോയ്ക്കും വലിയ പിടുത്തവും ഇല്ലായിരുന്നു. ഈ സമയത്ത് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, നിന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നു എന്ന്. ആ സമയത്ത് തന്നെയാണ് ഹീറോ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഒന്നാമത് അയാൾ തന്റെ കമ്പനിയുടെ CEO ആണ്. അതുമാത്രമല്ല സാവോ അല്ലാന്നെങ്ങാണം അയാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നങ്ങൾ വരുത്തിവെക്കുമെന്ന് കരുതി അവൾ മുഖം മറച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഹീറോയെ അവള് കണ്ടില്ലെങ്കിലും ഹീറോയ്ക്ക് അത് ജിയാങ് തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. അപ്പോഴാണ് ജിയാങ് കൊണ്ടുവന്നിരുന്ന ബാസ്ക്കറ്റ് അവന്റെ കണ്ണിൽ പെടുന്നത്. ഇത് ഞാൻ ജിയാങ്ങിന്റെ അമ്മയ്ക്ക് കൊടുത്ത ബാസ്ക്കറ്റ് അല്ലേ, ഇതെങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നു? അപ്പോൾ ആ പോയത് ജിയാങ് തന്നെ ആയിരിക്കുമോ എന്നുള്ള സംശയം അയാളുടെ മനസ്സിൽ ബലപ്പെടുന്നു. പിന്നീട് കാറിലേക്ക് പോയ ലൂ ആവട്ടെ തന്റെ PA എടുത്ത് അയാളുടെ വൈഫിന്റെ ഫോട്ടോ കാണിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. സാവോയുടെ ഫോട്ടോ PA എടുത്ത് കാണിക്കുന്നുണ്ട്. ഹീറോ ആകെ അതിശയപ്പെടുന്നു, ഇതെങ്ങനെ സംഭവിക്കും, ഒരാളെ പോലെ 2 പേരോ? അപ്പോൾ PA പറയുന്നുണ്ട്, ചിലപ്പോൾ അവർ ട്വിൻ സിസ്റ്റേഴ്സ് ആയിരിക്കാമെന്ന്. ഹീറോ സംശയത്തോടെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തിനായിരിക്കും ഈ ജിയാങ് തന്റെ ഭാര്യ എന്നുള്ള ലേബലില് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഇതിന് പിന്നിലുള്ള കാരണം എന്തായാലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അയാൾ മനസ്സിലുറപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം ജിയാങ്ങും ഹീറോയിനും കൂടി വർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ജിയാങ്ങിനോട് അവൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ കമ്പനി CEO എൻ്റെ ഒരു ഫ്രണ്ടാണെന്നും ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ നിനക്ക് തന്നതുപോലെ ഒരു ബാസ്ക്കറ്റ് അവിടെ ഇരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. ഹീറോയിൻ ആവട്ടെ ഇത് കേട്ടിട്ട് വല്ലാതെയാവുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ യാദർശികമായി സംഭവിച്ചത് വല്ലതും ആയിരിക്കാം. ഇത്രയും വിലപിടിപ്പുള്ള പഴവർഗ്ഗങ്ങൾ ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ട് ഞങ്ങളത് കഴിക്കാതിരിക്കുമോ? ഞാനും അമ്മ ഇന്നലെ തന്നെ അത് മുഴുവൻ കഴിച്ചു തീർത്തു എന്ന് അവൾ അവനോട് പറയുന്നു. ഹീറോയിന് പ്രമോഷൻ ലഭിച്ചത് കൊണ്ട് തന്നെ അവളുടെ കൊളീഗ്സും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ട് അവളോട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഈ സമയത്ത് ഒരു ഐഡിയ തോന്നുന്നുണ്ട്, തന്റെ വൈഫായിട്ട് ജിയാങ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ അവളുടെ നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഹീറോ മെസ്സേജ് അയക്കുന്നുണ്ട്. സാവോയുടെ സിമ്മും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഹീറോയിനാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയുടെ മെസ്സേജിന് അവൾ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ ടൈമിൽ കൺഫേം ചെയ്യുന്നുണ്ട്, ശരിക്കും സാവോ അല്ല ഇപ്പോൾ തന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കുന്നതെന്നും ജിയാങ് സാവോയ്ക്ക് പകരം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ആവട്ടെ ഇതിനു മുമ്പ് തന്നെ അവളുടെ പക്കൽ നിന്ന് ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കണ്ടുപിടിച്ചായിരുന്നല്ലോ. അന്ന് അവളോട് അവളുടെ ഹസ്ബൻഡ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ വല്ലാതെ പേടിച്ചിരുന്നു. അവൾ എന്തുകൊണ്ടാണ് തന്നെ കുറിച്ച് ഓർത്ത് ഇത്ര പേടിക്കുന്നതെന്നുള്ള വിവരവും അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. രാത്രിയിൽ ഹീറോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് PA അയാളുടെ അടുത്ത് വരുന്നുണ്ട്. PA അടുത്ത് ഹീറോ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ജിയാങ് എന്തിനാണ് തന്റെ വൈഫായിട്ട് നടിക്കുന്നത്, സാവോ ഇപ്പോൾ എവിടെയാണെന്നുള്ളത്. PA പറയുന്നുണ്ട്, സാർ ഞാൻ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ ഹീറോയിന്റെ അമ്മയ്ക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു, അതിന് ഒരുപാട് പണവും വേണമായിരുന്നു. സാവോ അവൾക്ക് ആവശ്യമുള്ള മതിയായ പണമൊക്കെ നൽകിയിരുന്നു. അതിനുശേഷം 3 മാസത്തേക്ക് നിങ്ങളുടെ ഭാര്യയെ അഭിനയിക്കാൻ പറഞ്ഞുവെന്നാണ് അറിയാൻ സാധിച്ചത്. 3 മാസങ്ങൾക്ക് ശേഷം സാവോവും നിങ്ങളും തമ്മിലുള്ള ഡിവോഴ്സ് രേഖപ്പെടുത്തുമെന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല സാവോ ഇപ്പോൾ അവരുടെ പുതിയ ബോയ് ഫ്രണ്ടുമായി ചുറ്റി നടക്കുകയാണെന്നും ഹീറോ എടുത്ത് PA പറയുന്നുണ്ട്. ഹീറോ PA എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് ഞാൻ ഹീറോയിൻ്റെ അടുത്ത് അവളുടെ ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾ വല്ലാതെ പേടിയോടെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്.
എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ സംസാരിച്ചതെന്ന സംശയത്തോടെ ഹീറോ പി എ എടുത്ത് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ചിലപ്പോൾ സാവോ ആവട്ടെ നിങ്ങൾ വളരെ ക്രൂവലാണെന്നും മോശക്കാരനാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും ആ ഹീറോയിൻ അങ്ങനെ സംസാരിച്ചതെന്ന് പറയുന്നു. ഹീറോയും അപ്പോൾ വിചാരിക്കുന്നു ശരിയായിരിക്കും, അതായിരിക്കും കറക്റ്റായിട്ടുള്ള റീസൺ. എന്തായാലും ഉടനടി തന്നെ സാവോയുടെ അടുത്ത് നിന്ന് ഡിവോഴ്സ് വാങ്ങണമെന്ന് ഹീറോ പി എ എടുത്ത് പറയുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഹീറോയ്ക്കാവട്ടെ ജിയാങ്ങിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കണമെന്നാണ് ഹീറോ ആഗ്രഹിക്കുന്നത്. അടുത്ത ദിവസം ഹീറോ ആവട്ടെ ഹീറോയിനെ കൊണ്ട് വലിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. അവൾക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാണ് അവൻ കൊണ്ടുപോയിരുന്നത്. ഫുഡ് അവൾ നല്ലപോലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് നടക്കാൻ പോലും പ്രയാസമായിരുന്നു. ഈ സമയത്ത് അവളുടെ വായിലുണ്ടായിരുന്ന ഒരു ഭക്ഷണ പദാർത്ഥം അവൻ്റെ വിരൽ കൊണ്ട് തന്നെ നീക്കി മാറ്റുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവനിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ട്. ഈ സമയത്ത് അവളോടൊരു സത്യം പറയണമെന്ന് പറഞ്ഞ് ഹീറോ പറയാൻ തുടങ്ങുന്നുണ്ട്. എന്താ കാര്യമെന്ന് ജിയാൻ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അന്നൊരു ദിവസം നീ ഒരു യുവാവുമൊത്ത് രാത്രി ചിലവഴിച്ചായിരുന്നല്ലോ, ആ യുവാവ് ഞാൻ തന്നെയാണെന്ന് ലൂ പറയുന്നു. ഹീറോയിനാവട്ടെ ഇത് കേട്ടിട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഈ കാരണം കൊണ്ടാണോ നീ എൻ്റെ പുറകെ നടക്കുന്നത് ഇങ്ങനെ? അവള് അന്ന് വെച്ചിട്ട് പോയ പണം പോലും അവൻ തിരികെ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഇതാണോ മര്യാദ? അന്ന് തന്നെ അത് കഴിഞ്ഞതല്ലേ, അത് വെറുമൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമായിരുന്നു എന്നൊക്കെ പറയുന്നു. ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഞാൻ ഏറ്റെടുത്തോളാമെന്ന്. എന്നാൽ അവള് പറയുന്നുണ്ട്, അന്ന് തന്നെ അതൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി അതൊന്നും തന്നെ ഓർമ്മപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ലിഫ്റ്റിലേക്ക് കയറാനൊരുങ്ങുന്നു. എന്നാൽ ഹീറോയും അവളുടെ പുറകെ ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ട്. ലൂ ആവട്ടെ താൻ പറയുന്നത് കേട്ടിട്ട് ഇവിടെ നിന്ന് പോയാൽ മതിയെന്നും പറഞ്ഞ് അവളുടെ കൈ രണ്ടു വശത്തേക്കും പിടിച്ചു വെക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ലിഫ്റ്റിനുള്ളിലെ കറണ്ട് പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ വല്ലാതെ പേടിച്ച് പരിഭ്രാന്തിയോടെ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ സ്വബോധത്തിലേക്ക് വന്ന ഹീറോയിനാവട്ടെ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോയെ പിടിച്ച് തള്ളുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോയ്ക്ക് ശ്വസിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ ബോധം നഷ്ടപ്പെട്ട് താഴേക്ക് വീഴുന്നു. പരിഭ്രാന്തയായ ഹീറോയിനാവട്ടെ പേടിച്ചവന് ശ്വാസമുണ്ടോ എന്ന് അടുത്ത് ചെന്ന് നോക്കുന്നുണ്ട്. ആരെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവൾ ഉറക്കെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ലിഫ്റ്റിന്റെ ഓപ്പറേറ്റർമാർ അത് ശരിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ വൈദ്യുതി വരുന്നുണ്ട്. എല്ലാം പഴയ രീതിയിലായതോട് തന്നെ ഹീറോയുടെ ഹെൽത്തും കുറച്ച് മെച്ചപ്പെടുന്നുണ്ട്. അങ്ങനെ ഹീറോയിനാവട്ടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഹീറോയിനാവട്ടെ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണുന്നുണ്ട്. അവനാവട്ടെ ഓരോന്ന് പറഞ്ഞ് അവളെ ബുള്ളി ചെയ്ത് അടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ കറക്റ്റായിട്ട് വന്നവനെ തടഞ്ഞിട്ട് ഇങ്ങനെയുള്ള പയ്യന്മാരെടുത്തൊന്നും സംസാരിക്കരുതെന്ന് ഹീറോയിന്റെ അടുത്ത് പറയുന്നു. അതിനുശേഷം ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് ഹീറോ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് അവളുടെ പക്കലുണ്ടായിരുന്ന ഫ്രൂട്ട്സ് ഒക്കെ അവള് ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഹീറോ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അയാൾക്കൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ഹീറോയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ വളർന്നതിന് ശേഷം പിന്നീട് ആ പെൺകുട്ടിയെ ഹീറോ കണ്ടിരുന്നില്ല. ഇപ്പോൾ ജിയാങ് ആവട്ടെ അയാളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് പെരുമാറുന്നത് പോലെ തന്നെയാണ് അയാളുടെ കൂടെ പെരുമാറുന്നത്. അങ്ങനെ ലൂവിന് മനസ്സിലാവുന്നുണ്ട് താൻ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടി തന്നെയാണ് ജിയാങ് എന്നും ഇനി അവൾ തന്നെയാണ് തന്റെ വൈഫായി വരാൻ പോകുന്നതെന്നും. ഹീറോ ആവട്ടെ വളരെ ഹാപ്പിയായി തന്നെ അവളോട് ഈ വിവരം ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ചെറുപ്പകാലത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നു. പിന്നീട് നമ്മുടെ ഹീറോയിൻ ആവട്ടെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. മാനേജർക്കാവട്ടെ ഹീറോയിന് പ്രമോഷൻ ലഭിച്ചതിൽ വല്ലാത്ത അസൂയയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒട്ടുമിക്ക പണികളും അവളുടെ മണ്ടയിലേക്ക് അവർ വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. മാനേജർ ആവട്ടെ അവളുടെ കൂടെ ഒരാളെ പോയി കാണാൻ പറയുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ഹീറോയുടെ സഹോദരനായിരുന്നു. സഹോദരൻ എന്ന് പറഞ്ഞാൽ ഹീറോയുടെ മൂത്ത സഹോദരനായിരുന്നു. വളരെ മോശക്കാരനായിരുന്നു അയാൾ. അതുപോലെ തന്നെ പെൺവിഷയത്തിലേക്ക് വല്ലാത്ത താല്പര്യവും ഉണ്ടായിരുന്നു അയാൾക്ക്. ഹീറോയിനെ കണ്ടയുടനെ തന്നെ അയാൾ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് സാവോ നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന് ചോദിച്ച് അവളോട് മോശമായി പെരുമാറാൻ ഒരുങ്ങുന്നുണ്ട്. ഹീറോയിനാവട്ടെ സാവോ അല്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അയാളുടെ കരണം നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട്. എന്ത് ധൈര്യമുണ്ടായിട്ടാണ് തന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. വീണ്ടും അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവളെ വീണ്ടും ഒരിടി വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്ന സമയത്താവട്ടെ നേരെ ഹീറോയുടെ ദേഹത്തേക്കാണ് ചെന്നിടിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ ഹീറോയിൻ്റെ കൂടെ വെളിയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടിട്ട് അവൻ്റെ സഹോദരനെ അടിക്കുന്നുണ്ട്. ആവശ്യമില്ലാതെ എനിക്കും ഈ പെൺകുട്ടിക്കിടയിലേക്ക് നീ കടന്നു വരരുത്. ഞങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നിനക്കറിയില്ല. എന്താണ് സംഭവിക്കുന്നതെന്നും ശരിക്കും നിനക്കറിയില്ല. അതുകൊണ്ട് മേലാൽ നീ അവളെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ഹീറോയുടെ സഹോദരനാവട്ടെ അയാളോട് വല്ലാതെ ദേഷ്യം തോന്നുന്നത് കൊണ്ട് തന്നെ ജിയാങ്ങിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ കുറച്ച് ആൾക്കാരെ ഏർപ്പാടാക്കുന്നുണ്ട്. ഹീറോ സഹോദരനെ അടിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവനിട്ടും ചെറിയൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞ് ആ ഹീറോയെയും അങ്ങോട്ടേക്ക് അയാൾ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഹീറോ അങ്ങോട്ട് വന്നിട്ട് സഹോദരൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ അവളെ ഇവിടുന്ന് വിട്ടയക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കുമെന്ന്. അങ്ങനെ ഹീറോയും അയാളും തമ്മിൽ അവിടെ വെച്ചൊരു ഫൈറ്റ് ഉണ്ടാവുന്നു. ഒരുപാട് അടികൊണ്ട സഹോദരനാവട്ടെ ഭയത്താൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ജിയാങ്ങിനെ ആവട്ടെ ഹീറോ രക്ഷിക്കുന്നുമുണ്ട്. ഈ ഹീറോയുടെ സഹോദരനാവട്ടെ വീട്ടിലെത്തിയിട്ട് മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്, സാവോനെ ലൂവിന് ഇഷ്ടമായി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
ലൂ ആവട്ടെ തന്നെ ഉപദ്രവിക്കുക വരെ ഉണ്ടായി എന്ന് സഹോദരൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അവരെല്ലാവരും ജിയാങ്ങിനെ സാവുമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ. മുത്തശ്ശി ആവട്ടെ ഈ വാർത്ത കേട്ട് വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. അവരിരുവരും വിവാഹത്തിന് ശേഷം ഒരിക്കൽ പോലും കണ്ടിരുന്നില്ല. ഇപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അവൻ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ കേട്ടപ്പോൾ അവരിരുവരും തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കുന്നു എന്ന് മുത്തശ്ശി കരുതുന്നു. പിറ്റേ ദിവസം ജോലിക്കായി ഓഫീസിലേക്ക് പോയ ഹീറോയിൻ്റെ അടുത്ത് മാനേജർ ആവട്ടെ 2 പോലീസുകാരുമായിട്ട് വരുന്നുണ്ട്. മാനേജർക്കാണെങ്കിൽ അവളോട് ഓൾറെഡി അസൂയയും അതുപോലെ നല്ല ദേഷ്യവും ഉണ്ടായിരുന്നു. അവൾ കമ്പനിക്ക് ചെയ്തു കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് മറ്റൊരു കമ്പനിക്ക് മറിച്ചു നൽകി എന്ന് കുറ്റം ആരോപിച്ചാണ് ഇപ്പോൾ പോലീസുകാരെയും കൊണ്ട് മാനേജർ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഹീറോയിൻ അവരടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഒരു തെറ്റ് താൻ ചെയ്തിട്ടില്ല എന്നും എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളത്തരം തൻ്റെ പേരിൽ ആരോപിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. മാനേജർ പറയുന്നുണ്ട് നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് നിന്റെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന്. ഈ സമയത്ത് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ ഞാനും ജിയാങ്ങും കൂടിയായിരുന്നാണ് ഈ പ്രോജക്റ്റ് ഫുള്ള് ചെയ്തു തീർത്തിരുന്നത്. ഒരു തെരുമറിയും ജിയാങ് ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന് ഹീറോ പറയുമ്പോൾ മാനേജർ പറയുന്നുണ്ട് നീ വെറും ഒരു ഇന്ത്യൻ അല്ലേ, നീ നിന്റെ സ്ഥാനത്തിരുന്നാൽ മതി, ഒന്നും അധികം സംസാരിക്കാൻ വരണ്ട എന്ന്. ഹീറോ ആവട്ടെ ഇതിന്റെ പിന്നിലുള്ള സത്യം പ്രൂവ് ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി നിന്നിട്ട് സെക്രട്ടറിയെ വിളിക്കുന്നുണ്ട്. സെക്രട്ടറി ആവട്ടെ അവിടേക്ക് വന്നിട്ട് ഹീറോയിൻ ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റ് ചെയ്തിരുന്ന സ്ഥലത്തെ CCTV ഫുട്ടേജും അതുപോലെ തന്നെ മറ്റ് എവിഡൻസുകളും പോലീസിന് കൈമാറുന്നുണ്ട്. എവിഡൻസ് ഒക്കെ കണ്ടതോടെ തന്നെ പോലീസുകാർക്ക് അവള് കുറ്റവാളിയല്ല എന്ന് മനസ്സിലാവുകയും അവളോട് ക്ഷമ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഹീറോയിനാവട്ടെ രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതിന് ഹീറോയുടെ അടുത്ത് അവൾ നന്ദിയും പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ ജിയാങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്. ശരിക്കും സാവോയുടെ നമ്പറിലേക്കാണ് അയക്കുന്നത്. ജിയാങ് ആവട്ടെ സാവോ ആണെന്നുള്ള രീതിയിൽ അയാൾക്ക് മെസ്സേജ് അയക്കുന്നുമുണ്ട്. ഹീറോ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ അവള് അയാളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെന്നുള്ള വിവരം. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് ഒരു ഓർഫനേജിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ജിയാങ് ആവട്ടെ സംശയത്തോടെ ആലോചിക്കുന്നുണ്ട് ഈ സാവോയുടെ ഹസ്ബൻഡിന് എങ്ങനെ ഈ ഓർഫനേജിനെ പറ്റിയൊക്കെ അറിയാമെന്നുള്ള വിവരം. ഹീറോ ആവട്ടെ ഈ ജിയാങ്ങിന്റെ അച്ഛനെ മീറ്റ് ചെയ്യുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇതുപോലെ അയാളുടെ ഒരു മകളെയാണല്ലോ ഹീറോ വിവാഹം കഴിച്ചിരിക്കുന്നത്, സാവോനെ. ഇതുപോലെ സാവോനെ തനിക്ക് ഇഷ്ടമല്ലെന്നും ജിയാങ്ങിനെയാണ് ഇഷ്ടമെന്നും അവളെ വിവാഹം കഴിപ്പിച്ച് തരാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ കമ്പനിയിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാമെന്ന് ഹീറോ പറയുന്നു. ഇത് കേട്ട ജിയാങ്ങിൻ്റെയും സാവോയുടെയും അച്ഛൻ സന്തോഷത്തോടെ അത് സമ്മതിക്കുന്നുണ്ട്. ശരിക്കും ഈ മാരേജിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതെന്താണെന്ന് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഹീറോയിനാവട്ടെ സാവോയുടെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സുമായി ഓർഫനേജിലേക്ക് പോവുകയായിരുന്നു. ഈ സമയത്ത് അതുവഴി വരികയായിരുന്ന അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെയും അതുപോലെ തന്നെ അയാളുടെ പുതിയ ഗേൾ ഫ്രണ്ടിനെയും കാണുന്നുണ്ട്. എക്സ് ബോയ് ഫ്രണ്ട് ആവട്ടെ അവളെ കണ്ട മുതൽ തന്നെ ഒരുപാട് കുറ്റങ്ങൾ അവളെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടും ഹീറോയിനെ പരിഹസിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം അവളുടെ പക്കലുണ്ടായിരുന്ന ഫ്രൂട്ട്സ് ഒക്കെ താഴേക്ക് വലിച്ചെറിഞ്ഞ് ചവിട്ടി മെതയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന്. എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ ഗേൾ ഫ്രണ്ട് ഹീറോ എടുത്ത് ചോദിക്കുന്നത് നീയും ഇവളെ പോലെ തന്നെ ലോ ക്ലാസ് അല്ലേ, അതുകൊണ്ടല്ലേ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഹീറോ അയാളുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ബോഡി ഗാർഡ്സിനോടും അങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിൻ്റെ എക്സിനെയും അതുപോലെ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെയും ഒക്കെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ഹീറോ പെൺകുട്ടിയോട് പറയുന്നുണ്ട് അവളുടെ അച്ഛൻ്റെ കമ്പനി പോലും താൻ വിചാരിച്ചാൽ തകർക്കാൻ സാധിക്കുമെന്ന്. അതൊന്നും ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് തന്നെ ഹീറോയിനോട് സോറി പറയാൻ പറയുന്നു. എന്നാൽ ആ പെൺകുട്ടിയാവട്ടെ സോറി പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഹീറോ ആ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോ ആ ഫോൺ ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നുമുണ്ട്. അച്ഛനോട് സംസാരിച്ചതിന് ശേഷം തന്നെ ആ പെൺകുട്ടി ഹീറോ അടുത്തും അതുപോലെ ഹീറോയിൻ്റെ അടുത്തും ക്ഷമ പറയുന്നുണ്ട്. ഹീറോ ഇതുപോലെ വലിയൊരു കമ്പനിയുടെ CEO ആണെന്നൊന്നും ആ പെൺകുട്ടിക്ക് എന്തിരുന്നാലും അറിയത്തില്ലായിരുന്നു. ബോഡി ഗാർഡ്സിനോട് അവരെ രണ്ടുപേരെയും ആ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകാനായിട്ട് ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇത്ര വലിയ പവറൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഇതുപോലെ ഹീറോയിൻ പറയുന്നുണ്ട് താൻ CEOയുടെ ഫ്രണ്ടല്ലേ, അതുകൊണ്ടാണ് തനിക്ക് ഇത്രയും പവർ വന്നതെന്നൊക്കെ പറയുമ്പോൾ ഹീറോയിൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ഇതുപോലെ CEOയുടെ ഫ്രണ്ടായിട്ടിരുന്നാൽ ആർക്കായാലും ഇത്രയും പവറൊക്കെ ലഭിക്കുമോ എന്ന്. അതിനുശേഷം ഹീറോയിനാവട്ടെ തനിക്ക് അത്യാവശ്യമായ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ പോകുന്ന വഴിയിൽ തന്നെ അവളുടെ സഹോദരി സാവോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശരിക്കും ഹീറോയെ ഡിവോഴ്സ് ചെയ്യാനൊന്നും അവൾക്ക് ഉദ്ദേശമില്ലായിരുന്നു. അവളുടെ ബോയ് ഫ്രണ്ടുമായി ചുറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 3 മാസത്തെ സമയം അവൾ ഹീറോയിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത്. അതുമാത്രമല്ല സാവോ അച്ഛൻ്റെ അടുത്ത് നിന്ന് ലൂ അവളുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇതുപോലെ സാവോനെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്നും ജിയാങ്ങിനെ അയാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ നേരിട്ട് ജിയാങ്ങിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതുപോലെ ഓർഫനേജിൽ വെച്ച് ഹീറോ അവളെ പ്രൊപ്പോസ് ചെയ്യുമെന്നുള്ള വിവരം സാവോ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അവളാവട്ടെ ഒരിക്കൽ പോലും അവളുടെ ഭർത്താവിനെ നേരിട്ട് പോലും കണ്ടിരുന്നില്ല. ഹീറോയിൻ്റെ അടുത്ത് വന്ന ഉടനെ തന്നെ അവൾ പറയുന്നുണ്ട് നിന്റെ അഭിനയം നിർത്താനുള്ള സമയമായി. അതായത് അവരിരുവരുടെ അമ്മയാവട്ടെ അവളെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഹീറോയിൻ്റെ ഡ്രസ്സ് അവൾക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകാനും ആവശ്യപ്പെടുന്നുണ്ട്.
പോകുന്നതിന് മുമ്പായിട്ട് ഹീറോയിന്റെ കയ്യിൽ സാവോ കുറച്ച് പണവും കൊടുത്തിരുന്നു. ജിയാങ് ആവട്ടെ അത് കേൾക്കേണ്ട താമസം അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ തന്നെ സാവോയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ലൂ ആണെന്ന് ഹീറോയിൻ അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് അവൾ വെപ്രാളത്തിൽ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് അമ്മയെ കാണാനായി പോകുന്നത്. ഹീറോ ആവട്ടെ ഓർഫനേജിൽ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. കുട്ടികൾക്കൊക്കെ വേണ്ട വിധത്തിലുള്ള ഭക്ഷണവും അതുപോലെ സർവ്വ സാധനങ്ങളും ഹീറോ അന്ന ദിവസം ഡൊണേറ്റ് ചെയ്തിരുന്നു. ഹീറോയിന്റെ ഡ്രസ്സ് ധരിച്ചിട്ട് ഇതിനോടകം തന്നെ സാവോ അവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ഉടനടി അവനാവട്ടെ അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. ഇത് ടിവിയിലെ ന്യൂസ് ചാനലിലും ഒക്കെ വലിയ വാർത്തയായി തന്നെ പോകുന്നുണ്ടായിരുന്നു. ന്യൂസ് ചാനലിലൂടെ തന്നെ ഹീറോയിനും അവളുടെ അമ്മയും ഇത് അറിയുന്നുണ്ടായിരുന്നു. ജിയാങ്ങിന്റെ അമ്മയാവട്ടെ അവളോട് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, ഈ പയ്യനല്ലേ അന്ന് നമ്മളോടൊപ്പം വീട്ടിലേക്ക് വന്നേ എന്ന്. അപ്പോൾ മാത്രമാണ് അവളുടെ സഹോദരിയുടെ തനിനിറം ഹീറോയിന് മനസ്സിലായത്. അങ്ങനെ ഹീറോ തന്നെയാണ് അവളുടെ കമ്പനിയുടെ CEO എന്നും അവളുടെ സഹോദരിയെ വിവാഹം കഴിച്ചതും അയാൾ തന്നെയാണെന്നും അവൾക്ക് മനസ്സിലാവുന്നു. ലൂ ശരിക്കും സാവോനെയാണോ സ്നേഹിക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട് അവൾക്ക് ദേഷ്യമടക്കാനായില്ല. എന്നിരുന്നാലും അമ്മയുടെ അടുത്തിരുന്ന് അവൾക്കൊന്നും പറയാനോ പ്രകടിപ്പിക്കാനോ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവൾ ആ മുറിക്ക് വെളിയിലേക്ക് വരുന്നു. അവൾക്ക് വല്ലാത്തൊരു സങ്കടം ഉള്ളിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയത്ത് അവൾ തിരിച്ചറിയുന്നുണ്ട് അവൾ ഇതിനോടകം തന്നെ ലൂവുമായി പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു എന്ന്. അതുകൊണ്ടല്ലോ തനിക്ക് ഇത്രയും വിഷമവും ദേഷ്യവും ഒക്കെ തോന്നിയെന്ന് അവൾ മനസ്സിൽ കരുതുന്നുണ്ട്. അതുമാത്രമല്ല ഇനി താനാണെന്ന് തെറ്റിദ്ധരിച്ചായിരിക്കുമോ സാവോയെ പ്രപ്പോസ് ചെയ്തതെന്നൊക്കെയുള്ള സംശയം അവൾക്ക് തോന്നുന്നുണ്ട്. സാവോ ആവട്ടെ ഈ സമയം കൊണ്ട് തന്നെ ഹീറോയുടെ അടുത്ത് ഒരുപാട് അടുത്തിടപെടാൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ ഈ പ്രവൃത്തികൾ കൊണ്ട് തന്നെ അവൾ സാവോ ആണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. ഹീറോ ആവട്ടെ അവളോട് വളരെയധികം ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ജിയാങ് ഇതുപോലെയൊന്നും പെരുമാറില്ല, നീ സാവോ അല്ലേ എന്ന്. അതെ, ഞാൻ ജിയാങ് അല്ല, സാവോ ആണ്. ഒഫീഷ്യലായിട്ടുള്ള വൈഫ് അല്ലേ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഹീറോ വളരെ ദേഷ്യത്തോടെ തന്നെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഇതിനോടകം തന്നെ ഡിവോഴ്സ് ചെയ്തതാണ്. നിന്റെ അച്ഛനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ, പിന്നെ നീ ഇപ്പോൾ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഡിവോഴ്സിനൊന്നും സമ്മതിക്കില്ല, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഒഫീഷ്യൽ വൈഫ് എന്ന്. ഇപ്പോൾ അവൾ തിരിച്ചു വന്നതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ട് ഇല്ലേ, അയാളുമായി അവൾ ഇതിനോടകം തന്നെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹീറോയെ കുറിച്ചുള്ള വിവരങ്ങൾ അവൾക്ക് അറിയാനും സാധിച്ചല്ലോ. അയാൾ അവൾ കരുതിയ പോലെ ക്രൂവലായിട്ടുള്ളതോ മോശക്കാരനായിട്ടുള്ള ഒരാളുമല്ല. അത് മാത്രമല്ല ഒരുപാട് പണവുമുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ ദേഷ്യത്തോടെ തന്നെ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കുന്നുണ്ട്. അതിൽ ഓൾറെഡി അവർ ഡിവോഴ്സ് ആയി എന്നുണ്ടായിരുന്നു. അതും കൊടുത്തിട്ട് അവളെ അവിടെ തന്നെ ഹീറോ ഇറക്കി വിടുന്നുണ്ട്. ഈ സമയത്ത് സാവോ ദേഷ്യത്തോടെ തന്നെ അവളുടെ അച്ഛനെ വിളിച്ചിട്ട്, നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിച്ച് അയാളോട് ദേഷ്യപ്പെടുമ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് ലൂവിനെ തീരെ ഇഷ്ടമല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ജിയാങ്ങിന്റെ ഭാവിയെങ്കിലും സേഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുമാത്രമല്ല ഒരുപാട് പണമൊക്കെ എൻ്റെ കമ്പനിയിലേക്ക് അയാൾ ഇതിനോടകം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അവൾ വല്ലാതെ കുഴപ്പത്തിലായി അവിടെ നിൽക്കുന്നുണ്ട്. വീട്ടിലെത്തിയ ലൂ ആവട്ടെ ഒരുപാട് മെസ്സേജസ് ജിയാങ്ങിനെ അയക്കുന്നുണ്ടെങ്കിലും അവള് അയാളെ ഇതിനോടകം തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. ഈ സമയത്ത് PA പറയുന്നുണ്ട്, ഇതുപോലെ തെറ്റായ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്താൽ ഏതൊരു പെൺകുട്ടിക്കായാലും ദേഷ്യം വരില്ലേ എന്ന്. അതുമാത്രമല്ല ജിയാങ് ഇതിനോടകം തന്നെ റെസിഗ്നേഷൻ ലെറ്റർ കമ്പനിയിൽ കൊടുത്തിട്ടുണ്ടെന്നും PA പറയുമ്പോൾ ഹീറോ ആവട്ടെ ആകെ അങ്കലാപ്പിലാവുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അവളുടെ റെസിഗ്നേഷൻ ലെറ്റർ കമ്പനി റിജക്ട് ചെയ്തു എന്ന് അറിഞ്ഞിട്ട് അവൾ നേരിട്ട് തന്നെ വീണ്ടും ആ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാനായി കമ്പനിയിലേക്ക് വരുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ പറ്റില്ല എന്നും കമ്പനിയിലെ CEO സമ്മതിച്ചാൽ മാത്രമേ അവൾക്ക് അവിടം വിട്ട് പോകാൻ സാധിക്കൂ എന്നും പറയുന്നു. ഇത് കേട്ട ഹീറോയും പറയുന്നുണ്ട്, എന്റെ ഇമോഷൻസ് വെച്ച് നീ കളിച്ചത് മതിയാക്ക്. ഹീറോ ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്തത്? നീ സാവോ ആയിട്ട് എന്നോടൊപ്പം അഭിനയിക്കുകയല്ലായിരുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ എന്റെ അമ്മയുടെ അസുഖം ഭേദമാക്കാനായി പണമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങളാവട്ടെ എന്റെ ഇമോഷൻസ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളോട് ഇനി പൊറുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. വീട്ടിൽ പോയ അവള് വല്ലാതെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. പുതിയ ഒരു ജോലിയും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം മകളാണെങ്കിൽ പോലും സാവോയെ തീരെ അവളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ജിയാങ്ങിനോട് അവർ പറയുന്നുണ്ട്, സാവോ കാരണം നീ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം. നീ ജീവിതത്തിൽ എന്ത് ഡിസിഷൻ എടുത്താലും നിന്നോടൊപ്പം നിൽക്കാനാണ് എൻ്റെ തീരുമാനം. അവൾ എവിടേക്ക് ഷിഫ്റ്റ് ആയാലും അവളോടൊപ്പം തന്നെ വരുമെന്ന് അമ്മ ഉറപ്പിച്ചു പറയുന്നു. ഇത് കേട്ട് അവൾക്ക് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ എക്സ് ബോയ് ഫ്രണ്ട് ആവട്ടെ ജിയാങ്ങിനെ കാണാനായി വരുന്നുണ്ടായിരുന്നു. അവനാവട്ടെ ഇപ്പോൾ കുറച്ച് നല്ലവനായിരുന്നു. കാരണം ഹീറോ ഒരുപാട് പണിഷ്മെന്റ് ഒക്കെ അവന് കൊടുത്തായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കണം. ഫോണിലെ ഒരു വീഡിയോ അവളെ കാണിക്കുന്നുണ്ട്. വേറെ ഒന്നും ആയിരുന്നില്ല, ഹീറോയോടൊപ്പം ചെറുപ്പകാലത്തുണ്ടായിരുന്ന ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അവളാണെന്ന് തെളിയിക്കാനുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അത് വെച്ച് അവളാണ്
അവന്റെ യഥാർത്ഥ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്നുള്ള വിവരം ഹീറോയെ അറിയിക്കാനായിട്ട് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട്. ഹീറോയിൻ ഈ സമയത്ത് ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. തന്റെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണല്ലോ സാവോ അവന്റെ മുൻപിൽ പോയിരുന്നത്. ചിലപ്പോൾ അവളാണെന്ന് തെറ്റിദ്ധരിച്ച് തന്നെയായിരിക്കണം ഹീറോ അവളെ പ്രപ്പോസ് ചെയ്തതെന്നും ഹീറോ വളരെ നല്ലൊരു വ്യക്തി ആയിരിക്കണം എന്നൊക്കെ കരുതുന്നുണ്ട്. അങ്ങനെ ലൂ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഹീറോയിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ കോൾ അവൾക്ക് വരുന്നുണ്ട്. അന്ന് അവർ കണ്ടുമുട്ടാനിരുന്ന അതേ ഓർഫനേജിൽ വെച്ച് വീണ്ടും ഒന്ന് കണ്ടുമുട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവൻ വിളിച്ചിരുന്നത്. ഹീറോയിൻ എന്തായാലും അവിടെ വെച്ച് അവനെ മീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം സാവോയുടെ ഒരു കോളും അവൾക്ക് വരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് അവൾക്കൊപ്പം ലഞ്ച് കഴിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവൾ വിളിച്ചിരുന്നത്. എന്നിരുന്നാലും അവളോടൊപ്പം ലഞ്ച് കഴിക്കാനായി ഹീറോയിൻ പോകുന്നുണ്ട്. കാറിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ അവളുടെ മുഖത്ത് ക്ലോറോഫോം ഉപയോഗിച്ച് അവളെ മയക്കി ഹീറോയിന്റെ ഡ്രസ്സ് ധരിച്ച് ജിയാങ്ങിന് പകരമായി ഓർഫനേജിലേക്ക് ഹീറോയെ മീറ്റ് ചെയ്യാൻ അവൾ പോകുന്നുണ്ട്. അവരിതുപോലെ ഓർഫനേജിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുള്ള കാര്യം സാവോ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്ലോറോഫോം ഉപയോഗിച്ച് ഹീറോയിനെ മയക്കിക്കിടത്തി അവളുടെ ഡ്രസ്സ് ഉപയോഗിച്ച് ഹീറോയുടെ അടുത്തേക്ക് വന്നത്. ഹീറോയെ കണ്ടുടനെ തന്നെ അവൾ ഹഗ് ചെയ്യുന്നുണ്ട്. അവളിങ്ങനെ വ്യത്യസ്തമായി പെരുമാറുന്നത് കൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഡൗട്ട് തോന്നുന്നു. ഈ സമയത്ത് അവളുടെ കാതിലൊരു മറുകുണ്ടോ എന്ന് ഹീറോ നോക്കുന്നുണ്ട്. കാരണം ജിയാങ്ങിന്റെ കാതിന്റെ മുകളിൽ ഒരു മറുകുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് സാവോ ആണെന്നുള്ള വിവരം ഹീറോ കണ്ടെത്തുന്നു. ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ സാവോ അല്ലേ, നീ എത്ര ക്യൂട്ടായിട്ട് അഭിനയിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും നീ ജിയാങ് ആവത്തില്ലെന്ന്. ഈ സമയത്ത് തന്നെ ഹീറോയുടെ ബ്രദർ ഉണ്ടല്ലോ, അയാൾ അങ്ങോട്ടേക്ക് വന്ന് ഹീറോയുടെ തലക്കടിച്ചു വീഴ്ത്തുന്നുണ്ട്. ഹീറോയെ ട്രാപ്പിലാക്കാൻ വേണ്ടി ഈ സാവോവും അതുപോലെ ഈ സഹോദരനും കൂടി ചേർന്നൊപ്പിച്ച ഒരു പണിയായിരുന്നു ഇത്. അതിനുശേഷം അയാളാവട്ടെ പടിക്കെട്ടിൽ നിന്ന് ഹീറോയെ ചവിട്ടി താഴേക്ക് ഇടുന്നുണ്ട്. ഇത് കണ്ട സാവോ അയാളെ പിടിക്കാനായി പുറകെ പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഉടനടി അയാൾ അവളെ തടഞ്ഞിട്ട് പറയുന്നുണ്ട്, നീ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ഐഡന്റിറ്റി എല്ലാവരോടും വെളിപ്പെടുത്തുമെന്നും അതുമാത്രമല്ല നീ ചെയ്ത കള്ളത്തരങ്ങളും എല്ലാവരെയും അറിയിക്കുമെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ അവൾക്ക് പിന്നീടൊന്നും പറയാൻ വാക്കുകൾ കിട്ടിയിരുന്നില്ല. എന്നിരുന്നാലും അവനോടൊപ്പം നിൽക്കുകയല്ലാതെ സാവോന് വേറെ വഴിയില്ലായിരുന്നു. പക്ഷെ ഹീറോയുടെ PA സംഭവ സ്ഥലത്തെത്തി ഹീറോയെ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇതുപോലെ ലൂവിന് നല്ല പരുക്കുകൾ തന്നെ ഏറ്റിട്ടുണ്ടെന്നും അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ കോമയിലാണ് ഉള്ളതെന്നും പറയുന്നു. അഥവാ ഹീറോയ്ക്ക് ബോധം വരുവാന്നുണ്ടെങ്കിൽ ഒരു പോയിസൺ ഹീറോയ്ക്ക് ഉടനടി കൊടുക്കണമെന്ന് പറഞ്ഞ് അയാളുടെ സഹോദരൻ സാവോനെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഹീറോ കോമയിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവൾ അയാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ തന്ന പോയിസന്റെ ആവശ്യം ഇനി ഇല്ലെന്നും പറയുന്നു. അങ്ങനെ അവൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ ജിയാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജിയാങ് ആവട്ടെ അവളുടെ കരണം നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കയറി വന്നത്. അവള് സാവോന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് അല്പം പോലും നാണമോ അതുപോലെ കുറ്റബോധമോ ഇല്ലേ എന്ന്. നീ ശരിക്കും ലൂവിനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എടുത്ത് അവൾ എല്ലാ വിവരങ്ങളും തിരക്കുന്നുണ്ട്. അയാൾ എല്ലാ വിവരങ്ങളും ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ സമയത്ത് തൻ്റെ പേരക്കുട്ടി എപ്പോൾ എഴുന്നേക്കുമെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അവളോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി ആവട്ടെ അവരുടെ പക്കലുണ്ടായിരുന്ന ഹീറോയുടെയും ഹീറോയിൻ്റെയും ചെറുപ്പകാലത്തുള്ള ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ചെറുപ്പകാലത്തെ ഫോട്ടോ കണ്ടപ്പോൾ അവളാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ലൂ ആണോ എന്ന് അവൾ അതിശയത്തോടെ തന്നെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അത് ലൂ ആണ്. ചെറുപ്പം മുതലേ അവന് നിന്നോട് വലിയ ഇഷ്ടമായിരുന്നു. നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മാറിപ്പോയതാണ്. ശരിക്കും നിങ്ങൾ ട്വിൻ സിസ്റ്റേഴ്സ് ആണെന്നുള്ള വിവരം ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതുമാത്രമല്ല മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് ഹീറോ ആവട്ടെ എബ്രോഡിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിവരത്തെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാനും സാധിച്ചിരുന്നില്ല. ഇപ്പോൾ കമ്പനിയിലെ കാര്യങ്ങളും തകിടം മറിഞ്ഞു കിടക്കുകയാണ്. തന്റെ കൊച്ചുമകൻ ഇനി എപ്പോഴാണ് ഉണരുക എന്നവർ വീണ്ടും ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, മുത്തശ്ശി സമാധാനപ്പെട്, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാമെന്ന്. എന്നിരുന്നാലും അവൾക്കും അറിയില്ലായിരുന്നു ഹീറോ എപ്പോൾ എഴുന്നേൽക്കുമെന്നുള്ള കാര്യം. ഹീറോയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നീ ഇനി എപ്പോഴാണ് എഴുന്നേൽക്കുക എന്ന്. അതിനുശേഷം അവന്റെ മുഖമൊക്കെ നനഞ്ഞ ടവല് വെച്ച് തുടച്ചു കൊടുക്കുന്ന സമയത്താവട്ടെ അവന്റെ സഹോദരൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. സാവു ആണെന്ന് കരുതി അവളെ ഒരു പോയിസൺ അടങ്ങിയ മരുന്ന് മേൽപ്പിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ ഈ മരുന്നുകൾ എല്ലാ ദിവസവും അവന്റെ ശരീരത്തിൽ എത്തിക്കണമെന്നും അവളോട് പറയുന്നുണ്ട്. അവളാവട്ടെ സാവു ആണെന്നുള്ള രീതിയിൽ നടിക്കുന്നുമുണ്ട്. ഈ വിവരങ്ങളെല്ലാം പിയോട് ഹീറോയിൻ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല അവൻ കൊണ്ടുവന്നിരുന്ന ആ ടിന്നിലുള്ള മരുന്നുകൾ ഓൾറെഡി മാറ്റിയിട്ട് ഹീറോ ഉപയോഗിക്കുന്ന മരുന്നുകൾ അതിലേക്ക് ആക്കിയിരുന്നു. അവനൊരു കൺഫ്യൂഷനും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയിൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല ആ പോയിസൺ അവന്റെ ശരീരത്തിനുള്ളിൽ എത്തുന്നില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹീറോയെ കൊല്ലാനായി മറ്റെന്തെങ്കിലും മാർഗം അവൻ കണ്ടുപിടിച്ചാലോ എന്നും ഹീറോയിൻ പേടിച്ചിരുന്നു. ഹീറോയിനാവട്ടെ ഹീറോയ്ക്ക് ഒരു ആപത്തും വരാത്ത രീതിയിൽ തന്നെ അവനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ആശുപത്രിയിൽ തന്നെ ഇരുന്നു. അവളിങ്ങനെ ഹീറോയെ പരിചരിക്കുന്നത് കണ്ടിട്ട് ഹീറോയിന്റെ മുത്തശ്ശിക്ക് ആവട്ടെ വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. കാരണം അവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് തന്നെ ഇതിനോടകം ഉണ്ടാവുമെന്ന് അവർ കരുതുന്നു.
അതുമാത്രമല്ല ഹീറോയുടെ ഹെൽത്തൊക്കെ ഓക്കെ കഴിഞ്ഞാൽ അവരിവരുടെ വിവാഹം ഉടനടി നടത്തണമെന്നും മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പോയതിനു ശേഷമാവട്ടെ ഹീറോ കണ്ണു തുറക്കുന്നുണ്ട്. ഹീറോയിൻ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവളെ ക്ലോസ് ആയിട്ട് അടുത്തേക്ക് പിടിച്ചിട്ട് നന്ദിയും പറയുന്നുണ്ട്. ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് നടിച്ചാലോ, ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം, ആദ്യം തന്നെ എനിക്ക് ശരീരത്തിന് തീരെ സുഖമില്ല എന്ന് പറഞ്ഞ് പുറത്ത് ചെന്ന് ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ചു കൂട്ടാൻ പറയുന്നു. ഹീറോയിൻ ആവട്ടെ അവൻ പറഞ്ഞ പോലെ തന്നെ അഭിനയിക്കുന്നുണ്ട്. അതിനുശേഷം ഡോക്ടേഴ്സൊക്കെ അകത്തേക്ക് കിടക്കുമ്പോഴാവട്ടെ അവനാവട്ടെ വായിൽ നിന്ന് രക്തം വന്നതുപോലെ തീരെ വയ്യാത്ത രീതിയിലൊക്കെ അഭിനയിച്ച് ഉറക്കം നടിച്ച് കിടക്കുന്നുണ്ട്. ഡോക്ടർ വന്നവനെ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട് അവൻ ഇനി 1-2 ആഴ്ച മാത്രമേ ആയുസ് ബാക്കിയുള്ളൂ എന്ന്. അങ്ങനെ ഹീറോയിൻ ആവട്ടെ വല്ലാതെ കരയുന്ന പോലെ അഭിനയിക്കുന്നുമുണ്ട്. ഈ വിവരങ്ങളെല്ലാം ഹീറോയുടെ സഹോദരനും അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹീറോ ആവട്ടെ മരിച്ചതുപോലെ അഭിനയിക്കുന്നു. ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് അവൻ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്ന പോലെ പറയുന്നുണ്ട്. ഹീറോയുടെ വീട്ടിലാവട്ടെ ഫ്യൂണറലിന്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഹീറോയുടെ സഹോദരന് വല്ലാത്ത സന്തോഷമായിരുന്നു. കാരണം ഇനി കമ്പനിയുടെ CEO അയാളാണല്ലോ. ഇനി എല്ലാ സ്വത്തുവകകളും അയാളാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. മുത്തശ്ശിയാവട്ടെ കാര്യങ്ങളുടെ സത്യമൊന്നും അറിയാതെ തൻ്റെ കൊച്ചുമകൻ തന്നെ വിട്ട് പിരിഞ്ഞു പോയല്ലോ എന്ന വിഷമത്തിൽ ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിനാവട്ടെ അവരെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ജിയാങ്ങിനെ ഹീറോയുടെ സഹോദരനാവട്ടെ സാവോ ആണെന്നാണല്ലോ കരുതിയിരിക്കുന്നത്. നീ പറഞ്ഞതുപോലെ തന്നെ നിന്റെ ജോലി നന്നായി ചെയ്തു എന്ന് പറഞ്ഞ് അവൾക്ക് പണമൊക്കെ കൊടുത്തിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജിയാങ് ആവട്ടെ ഹീറോയുടെ സഹോദരൻ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകൾക്കും അവൻ ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സാവോയുടെ അടുത്ത് ചെന്നിട്ട് ഈ വിവരങ്ങളെല്ലാം പങ്കുവച്ചിട്ട് പറയുന്നുണ്ട് അവൾക്ക് മതിയായ പണം നൽകാമെന്നും. ഹീറോയുടെ സഹോദരൻ ചെയ്തു കൂട്ടിയ പ്രവർത്തികളൊക്കെ അവൾ വെളിപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവന്റെ കൂടെ ചേർന്ന് നിന്ന് ഹീറോയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അവളല്ല എന്ന സത്യം അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവളെ കൊല്ലാനും അവൻ മടിക്കില്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവളുടെ ജീവൻ ഒരു ആപത്തും വരാതെ അവൾ നോക്കിക്കൊള്ളാമെന്ന് പറയുമ്പോൾ ഈ സാവു പറയുന്നുണ്ട് ഇതുപോലെ ഹീറോ ആദ്യമേ തന്നെ കമ്പനിയിൽ അയാൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളുണ്ടെന്നും അയാളെ കണ്ടുപിടിക്കാനായാണല്ലോ ഹീറോ ഇന്റേണായി വന്നിരുന്നതും. ആ ഫ്രോഡ് ഹീറോയുടെ സഹോദരൻ തന്നെയായിരുന്നു. കമ്പനിയിലെ പ്രോജക്റ്റുകളെല്ലാം അടിച്ചു മാറ്റി മറ്റുള്ളവർക്ക് വിൽക്കും. അതുമാത്രമല്ല കമ്പനിയിലെ നീക്കിയിരിപ്പ് പണമൊക്കെ അയാൾ തട്ടിയെടുത്തിട്ടുണ്ട്. പിന്നീട് കമ്പനിയുടെ മറവിലാവട്ടെ ഇല്ലീഗൽ ബിസിനസ് ആയിട്ടുള്ള ഡ്രഗ്സ് വിൽപ്പനയും അയാൾ നടത്തിയിട്ടുണ്ടെന്ന് സാവോ വെളിപ്പെടുത്തുന്നു. അടുത്ത ദിവസം ഹീറോയുടെ സഹോദരനാവട്ടെ ഹീറോയുടെ CEO പോസ്റ്റ് ഏറ്റെടുക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ അയാൾ വേദിയിൽ ഒരു സ്പീച്ച് കൊടുക്കാൻ പോകുന്ന സമയത്തേക്ക് അവിടെ പോലീസുകാരും അതുപോലെ തന്നെ ഹീറോയും ഹീറോയിനും വന്ന് നിൽക്കുന്നുണ്ട്. അയാളും അതുപോലെ തന്നെ മറ്റുള്ളവരും സ്തബ്ധരാവുന്നുണ്ട്. കാരണം മരിച്ചുപോയ ആളെങ്ങനെ അവിടെ വന്ന് നിൽക്കുന്നതെന്ന് കണ്ടിട്ടാണ്. ഹീറോ അവിടെ നടന്ന വിവരങ്ങളെല്ലാം ആ പൊതുവേദിയിൽ വെച്ച് തന്നെ പറയുന്നുമുണ്ട്. അതുമാത്രമല്ല അവൻ്റെ കയ്യിൽ പ്രൂഫും ഉണ്ടായിരുന്നു. അത് പോലീസിനെ ഏൽപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ പോലീസുകാർ ഹീറോയുടെ സഹോദരനെ കൊണ്ടുപോകുന്ന സമയത്ത് സാവോ അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു മെമ്മറി കാർഡ് പോലീസുകാരെ ഏൽപ്പിച്ചിട്ട് പറയുന്നുണ്ട് ഇവൻ ചെയ്ത വേറെയും ചില പരിപാടികളുടെയൊക്കെ തെളിവുകൾ ഇതിനകത്തുണ്ടെന്ന്. ഈ സമയത്ത് സാവോ പോലീസുകാരോട് പറയുന്നുണ്ട് ഞാൻ ഏതൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിലും തന്നോടൊപ്പം നിന്നത് ഇവളാണെന്ന് പറയുന്നു. അങ്ങനെയാവട്ടെ പോലീസുകാർ അവളെയും കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് ആ വേദിയിൽ വെച്ച് തന്നെ ഹീറോ ആവട്ടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലി തന്നെ സാവോനെ ഹീറോ ഡിവോഴ്സ് ചെയ്തത് കൊണ്ട് തന്നെ ഹീറോയുടെ ഒഫീഷ്യൽ വൈഫായിട്ട് തന്നെ ഇനി ജിയാങ്ങിന് തുടരാൻ സാധിക്കും. ഹീറോയിൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവനോട് അതിന് ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ അവളുടെ കൈവിരലിലേക്ക് മോതിരമണിയുന്നു. അങ്ങനെ അവരിരുവരും ഹീറോയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശിക്കാവട്ടെ ഹീറോ ജീവനോടുള്ള വിവരം അവരോട് പറയാത്തത് കൊണ്ട് തന്നെ അവർക്ക് ചെറിയ നീരസമുണ്ടായിരുന്നെങ്കിലും എന്നിരുന്നാലും അവന്റെ ജീവിതത്തിലെ സത്യസന്ധമായ പ്രണയത്തെ തന്നെ നേടിയെടുത്തല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. അങ്ങനെ അവിടെ മുതൽ അവർ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നു. അങ്ങനെ ഹാപ്പി എൻഡിങ്ങിൽ തന്നെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.